ഇവിടെ വിദ്യാഭ്യാസപരമായ ഇടപെടലുകൾ നടത്താൻ മറ്റു പ്രസ്ഥാനങ്ങളുണ്ട്. സാമുദായികവും രാഷ്ട്രീയപരമായ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ വേറെയും സംവിധാനങ്ങൾ ഉണ്ടാകും. ആദർശം പറയാൻ, ഈ അഹ്ലുസുന്നത്തി വൽ ജമാഅയെ സംരക്ഷിക്കാൻ, അതിനെതിരെ വരുന്ന ആശയതലങ്ങളെ പ്രതിരോധിക്കാൻ സമസ്തയല്ലാതെ മറ്റൊരു സംവിധാനമില്ല. അതുകൊണ്ട് ഏത് കാലഘട്ടത്തിലും ഏതൊക്കെ അസ്വസ്ഥതകൾ സൃഷ്ടിച്ചാലും, ആരൊക്കെ വേണ്ട എന്ന് പറഞ്ഞാലും, ആരെല്ലാം അടിച്ചമർത്താൻ ശ്രമിച്ചാലും, ആരെങ്കിലും ആദർശം പറയുന്നതിന്റെ പേരിൽ ഏതെങ്കിലും നേതൃത്വത്തെയോ അഭിവന്ദ്യരായ പണ്ഡിതന്മാരെയോ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്താനും മരുകവൽക്കരിക്കാനും ശ്രമമുണ്ടെങ്കിൽ ആ ശ്രമങ്ങളെ സുന്നി സമൂഹം വേണ്ട രീതിയിൽ പരിഗണിക്കുക തന്നെ ചെയ്യുമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ആത്യന്തികമായിട്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ചിരിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് മഹത്തായ അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ ആശയാദർശങ്ങളെ സമൂഹത്തിന് പഠിപ്പിക്കുകയും അത് ബോധ്യപ്പെടുത്തുകയും അത് സമൂഹത്തിന് പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. മാ അന അലൈഹി വസഹാബി, ഞാനും എന്റെ സഹാബത്തും ഏത് ആശയധാരയിലാണോ ആ ആശയധാര ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്തെ പള്ളിയുടെ മിമ്പറിൽ നിന്ന് വിശുദ്ധമായ ഇസ്ലാമിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ആ ഇസ്ലാമിന്റെ വിശുദ്ധി ഏതാണോ ആ കളങ്കരഹിതമായ വിശുദ്ധിയെ ഒരു പോറലും ഏൽക്കാതെ എല്ലാ കാലങ്ങളിലുമുള്ള ജനസമൂഹത്തിലേക്ക് പകർന്നു കൊടുക്കുക എന്നുള്ള മഹത്തായ ദൗത്യമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉദ്ദേശ ലക്ഷ്യമായിട്ട് അഭിവന്ദ്യരായ നമ്മുടെ സമസ്തയുടെ സ്ഥാപക നേതാക്കൾ എഴുതി വച്ചിരിക്കുന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, ഈ മഹത്തായ ആശയധാരക്കെതിരെ അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ ആശയധാരയെ കളങ്കപ്പെടുത്താൻ വേണ്ടി ഈ വിശ്വാസധാരക്ക് വിരുദ്ധമായി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ സഹാബത്തും നമ്മുടെ കഴിഞ്ഞുപോയ ഇമാമിങ്ങളും പകർന്നു തന്ന ദീനീ വിശ്വാസത്തിന്റെ തെളിച്ചത്തിന് വിപരീതമായി ഇതിന്റെ ഘടകവിരുദ്ധമായ ആശയതലങ്ങളെ, പുത്തനാശയങ്ങളെ സമൂഹത്തിലേക്ക് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന, ഇൻജക്ട് ചെയ്യാൻ ശ്രമിക്കുന്ന, സന്നിവേശിപ്പിക്കാൻ ശ്രമിക്കുന്ന, മസ്തിഷ്ക പ്രക്ഷാളനം നടത്താൻ തക്കം പാർത്തിരിക്കുന്ന ഏതെല്ലാം ആശയധാരകളുണ്ടോ, ഏതെല്ലാം സംവിധാനങ്ങളുണ്ടോ ആ സംവിധാനങ്ങളെ ഈ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥ അനുവദിക്കുന്ന രീതിയിൽ പ്രതിരോധിക്കുക എന്നുള്ളതാണ്. വളരെ കൃത്യമായി ഭരണഘടനയിൽ നമുക്ക് കാണാം, ഈ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥ അനുവദിക്കുന്ന രീതിയിൽ, നിയമാനുസൃതമായ രീതിയിൽ, ജനാധിപത്യമായ രീതിയിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅക്ക് വിരുദ്ധമായ ആശയതലങ്ങളെയും അത്തരത്തിലുള്ള പിഴച്ചവാദങ്ങളെയും പ്രതിരോധിക്കുക എന്നുള്ളതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ രൂപീകരണത്തിന്റെ രണ്ടാമത്തെ ലക്ഷ്യം. ഈ രണ്ടു ലക്ഷ്യങ്ങളിൽ നിന്ന്, സമകാലിക സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിന്നേ പറ്റൂ എന്ന് ആർക്കാണ് ചില നിർബന്ധങ്ങളുള്ളത്? ഈ രണ്ടു ലക്ഷ്യങ്ങളെ മാറ്റിവെച്ചാൽ അതിനുശേഷം പറയുന്ന മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ മുസ്ലിം സമുദായത്തിന്റെ മതപരവും അതേപോലെ തന്നെ സാമുദായികവുമായ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് വേണ്ട ഇടപെടലുകൾ നടത്തുക എന്നുള്ളതാണ്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ മഹത്തായ പ്രസ്ഥാനത്തിന്റെ നേതൃനിരയിലെ എല്ലാ സാധ്യതകളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മതപരമായ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം മതവിരുദ്ധമല്ലാത്ത ഭൗതിക വിദ്യാഭ്യാസത്തിനും വേണ്ട ഇടപെടലുകൾ നടത്തുക എന്നുള്ളതാണ്. ഈ മൂന്നാമത് പറഞ്ഞ കാര്യം നിർവഹിക്കാൻ ഇവിടെ വേറെയും സംവിധാനങ്ങളുണ്ട്. നാലാമത് പറഞ്ഞ കാര്യങ്ങൾ നിർവഹിക്കാൻ വേറെയും സംവിധാനമുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഭരണഘടനയിൽ അഞ്ചാമത്തെ ഉദ്ദേശ ലക്ഷ്യമായിട്ട് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് ലഹരി ഉൾപ്പെടെയുള്ള എല്ലാവിധ ജീർണതകൾക്കും അന്ധവിശ്വാസങ്ങൾക്കും ആ സമൂഹത്തെ സാംസ്കാരികമായ ശൂന്യതയിലേക്ക് നയിക്കുന്ന പ്രവണതകളിൽ നിന്നും മോചനം നൽകാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നടത്തുക എന്നുള്ളതാണ്. ഈ 5 ലക്ഷ്യങ്ങളാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ മഹത്തായ പ്രസ്ഥാനമായ ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ലക്ഷ്യങ്ങളെങ്കിൽ ഒന്നാമത്തെ ലക്ഷ്യത്തെ മാറ്റിവെച്ചാൽ, രണ്ടാമത്തെ ലക്ഷ്യത്തെ മാറ്റിവെച്ചാൽ അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെയും അതിന്റെ പ്രചരണവും ആ പ്രചരണം നടത്തുന്ന സന്ദർഭങ്ങളിൽ ആ വിശ്വാസധാരയുമായി മുന്നോട്ട് പോകുന്ന ഘട്ടങ്ങളിൽ അതിനെ എതിരായി വരുന്ന ആശയതലങ്ങളെ പ്രതിരോധിക്കാനുമുള്ള ഈ 2 ലക്ഷ്യങ്ങൾ മാറ്റിവെച്ചാൽ പിന്നെ എന്തിനാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ? ഇങ്ങനെ ഒരു പ്രസ്ഥാനത്തിന്റെ ആവശ്യം എന്തിനാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്? ഇവിടെ വിദ്യാഭ്യാസപരമായ ഇടപെടലുകൾ നടത്താൻ മറ്റു പ്രസ്ഥാനങ്ങളുണ്ട്. സാമുദായികവും രാഷ്ട്രീയപരവുമായ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട്
വേറെയും സംവിധാനങ്ങളുണ്ട്, അവകാശ പോരാട്ടങ്ങൾ നടത്താൻ വേറെയും സംവിധാനങ്ങളുണ്ട്. പക്ഷെ അവിടെയെല്ലാം സമസ്ത കേരള ജമിയത്തുൽ ഉലമ നിലവിലും ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നും സുപ്രീം കോടതിയിൽ വഖഫ് ഭേദഗതി ബില്ല് പാർലമെന്റിന്റെ ഇരു സഭകളും പാസാക്കിയിട്ട് കഴിഞ്ഞ ദിവസം രാഷ്ട്രപതി ഒപ്പുവെച്ച് അത് ആക്ടായി മാറിയ സാഹചര്യത്തിലും ഈ സമുദായത്തെ ബാധിക്കുന്ന വിഷയത്തിൽ ഭരണഘടനയിൽ എഴുതി ചേർത്തതുപോലെ ഇന്നും സമസ്ത കേരള ജമിയത്തുൽ ഉലമ സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്യുകയും അതിനുവേണ്ട ഇടപെടലുകൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഇടപെടലുകൾ നടത്താൻ ഇവിടെ വേറെയും സംവിധാനങ്ങൾ ഉണ്ടാകും. ആദർശം പറയാൻ, ഈ അഹ്ലു സുന്നത്തി വൽ ജമാഅയെ സംരക്ഷിക്കാൻ, അതിനെതിരെ വരുന്ന ആശയതലങ്ങളെ പ്രതിരോധിക്കാൻ സമസ്തയല്ലാതെ മറ്റൊരു സംവിധാനമില്ല. അതുകൊണ്ട് ഏത് കാലഘട്ടത്തിലും ഏതൊക്കെ അസ്വസ്ഥതകൾ സൃഷ്ടിച്ചാലും, ആരൊക്കെ വേണ്ട എന്ന് പറഞ്ഞാലും, ആരെല്ലാം അടിച്ചമർത്താൻ ശ്രമിച്ചാലും, ലൗ വലഉ ശംസ ഫീ യമീനി വൽ ഖമറ ഫീ യസാരി അലാ അൻ നത്റുക ഹാദൽ അംറ മാ ഫഅൽതു ഹക്കദാ ഹത്താ യുൽഹിറഹു അല്ലാഹു ഔ ഉഹ്ലിക ദൂന. നിങ്ങൾ എൻ്റെ ആദർശത്തെ പണയപ്പെടുത്തുന്നതിന്റെ പകരമായി എൻ്റെ വലത് കൈയിൽ സൂര്യനെയും എൻ്റെ ഇടത് കൈയിൽ ചന്ദ്രനെയും ഞാൻ എൻ്റെ വിശ്വാസത്തെയും ആദർശത്തെയും ബലികഴിപ്പിക്കുന്നതിന്റെ പാരിതോഷികമായിട്ട് സമർപ്പിക്കാമെന്ന് പറഞ്ഞാലും, ഒന്നിന്റെ മുന്നിലും, ഒരു മോഹന വാഗ്ദാനങ്ങളുടെ മുന്നിലും, ഒരു പീഡന താടന മുറകളുടെ മുന്നിലും, ഒരു നിലക്കുള്ള പ്രലോഭനങ്ങളുടെ മുന്നിലും ഞാൻ എൻ്റെ ആദർശത്തെ പണയപ്പെടുത്തില്ലെന്ന് ഖുറൈശികളോട് പറഞ്ഞ പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് എല്ലാ കാലഘട്ടത്തിലുമുള്ള സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഏറ്റവും വലിയ റോൾ മോഡൽ എന്നും ഞങ്ങളുടെ മാർഗദർശി എന്നും ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, ആരെങ്കിലും ആദർശം പറയുന്നതിന്റെ പേരിൽ ഏതെങ്കിലും നേതൃത്വത്തെയോ അഭിവന്യരായ പണ്ഡിതന്മാരെയോ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്താനും മരുകവൽക്കരിക്കാനും ശ്രമമുണ്ടെങ്കിൽ ആ ശ്രമങ്ങളെ സുന്നി സമൂഹം വേണ്ട രീതിയിൽ പരിഗണിക്കുക തന്നെ ചെയ്യുമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.